അടുത്താള് പേരെന്തുവാ? ഭരത്. വയസ്സ്? 27. അച്ഛൻ്റെ പേരും വീട്ടുപേരും? വിജയം പിള്ള, ചരുവിള പുത്തൻ വീട്. സാറേ നിന്നെ അന്ന് പഠിപ്പിക്കുമ്പോഴേ എനിക്കറിയായിരുന്നു നീ വലിയ നിലയിൽ എത്തുമെന്ന്. വാടാ വാ, വിശേഷങ്ങൾ പറ. ഇത് മജീഷ്, ഇവനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ചതാ. നമസ്കാരം. എന്താടാ അവിടെ പണിയാക്കടാ? സംസാരിച്ചോണ്ടിരിക്കുന്ന നീയൊക്കെ. നീ പുതിയ ആളല്ലേടാ? ആ അതെ സാർ. ഇവന്റെയൊക്കെ കൂട്ടത്തിൽ കൂടി ജയിലിൽ ചാടാൻ വല്ല നിനക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ നട്ടല്ലിരിച്ച് ഞാൻ വെള്ളമാക്കും. പണിയാക്കടാ. ആരാ സാറേ അവൻ? അവന് ക്യൂ ഒന്നും വേണ്ടേ? അവൻ ആരാന്ന് നിനക്കറിയാമോ? അലി, അർക്കവാൾ അലി. അലി, അർക്കവാൾ അലി. സാറേ, ഇന്നലെ മറ്റേ പോലീസുകാരൻ പറഞ്ഞേ നിങ്ങൾ ജയിലിൽ കയറാൻ നോക്കിയെന്ന്. പിന്നെന്തോ പറ്റി? ചാടിയില്ലേ? അത് ഞങ്ങള് ചാടി. ഞാനും സാറ് മാസ്കും കൂടെ പ്ലാൻ ചെയ്തു. ചീറ്റി പണ്ടാറ തുടങ്ങി. അവന്മാരെ പിടിച്ച് നല്ലത് കിട്ടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് വെടിക്കെട്ടായിരുന്നു. 4ന്റെ എന്താ ഞാനും 3 നിന്നത്. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, സാർ എങ്ങനെ ഇവിടെ വന്ന്? അതൊരു വലിയ കഥയാടാ മോനെ. സൂര്യനിൽ നിന്ന് വരുന്ന UV രശ്മികളെ ഭൂമിയിലേക്ക് നേരിട്ടെത്താതെ തടയുന്ന പാളിയാണ് ഓസോൺ പാളി. പക്ഷേ ഇപ്പൊ AC, ഫ്രിഡ്ജ്, ബോഡി സ്പ്രേ എന്നിവയുടെ അമിതമായ ഉപയോഗം കാരണം അന്തരീക്ഷത്തിൽ ക്ലോറോഫ്ലൂറോ കാർബൺ അളവ് വർദ്ധിക്കുകയും അത് ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. ഇനി വരുന്ന തലമുറയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലാണ്. ഈ സാറ് പറഞ്ഞിട്ടില്ലേ, ഓസോൺ പാളിയിൽ വിള്ളൽ വീണ് തുടങ്ങി. എന്നാ നമ്മുടെ തലമുറയെങ്കിലും ഇതിനെ തടയണം. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. കഴിഞ്ഞോ? ആ കഴിഞ്ഞ്. ജെൻസി പിള്ളേരാരാന്ന് ഈ ലോകമെന്ന് അറിയും. ആ തെണ്ടികള് വലിയൊരു ഹോം അപ്ലയൻസസിന്റെ കടയാ കത്തിച്ചത്. അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പ്രേരണ കുറ്റവും എന്റെ തലയിലായി. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം തലയെറിച്ചവന്മാരാ. ഇവന്മാരൊന്നും പിടിക്കാനേ കിട്ടത്തില്ല. മജീഷേ കിഡ്നാപ്പിംഗ് കേസിലെ അകത്തായ അതാ അവ അങ്ങനെ പറഞ്ഞ്. ആഹാ, വലിയ കിഡ്നാപ്പർ ആണോ? പക്ഷെ ചേട്ടനെ കണ്ടാ പറയത്തില്ല കേട്ടോ. അതിന് ഞാൻ കിഡ്നാപ്പ് ചെയ്തില്ലല്ലോ. കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പേ പോലീസ് പിടിച്ച്. എങ്ങനെ എൻ്റെ ഈ പെർഫെക്റ്റ് പ്ലാൻ ഇവന്മാർ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ചേട്ടന്റെ പെർഫെക്റ്റ് പ്ലാൻ? ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയായി. അയ്യേ, ഇതെന്ത് ഗെറ്റ് റെഡി വിത്ത് മിയോ? ചേട്ടൻ കാര്യം പറ. കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാനായി ഞാൻ ആദ്യം പോയത് ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. വെറും കൈയോടെ അല്ല, ഒരു ലിസ്റ്റുമായാണ് ഞാൻ പോയത്. ഞാൻ എഴുതി കൊണ്ടുവന്ന ആ ലിസ്റ്റ് കടയിലിരുന്ന ചേച്ചിയുടെ കൊടുത്തു. ക്ലോറോഫോം, പഞ്ഞി, ഗ്ലൗസ് എന്നിവയായിരുന്നു ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. ചേച്ചി ആ ലിസ്റ്റ് നോക്കിയതിനു ശേഷം കൗതുകത്തോടെ എന്നെ നോക്കി. ഞാൻ അതിലെന്തോ മറന്നിരിക്കുന്നു. അപ്പോൾ തന്നെ ചേച്ചി ചോദിച്ചു, ബോധം വരാനുള്ള മരുന്നാണോ? ഞാൻ അതേ എന്ന് പറഞ്ഞു. ചേച്ചി സാധനം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പിന്നെ ഞാൻ പോയത് ഒരു തുണിക്കടയിലേക്കാണ്. കിഡ്നാപ്പ് ചെയ്യുമ്പോഴുള്ള വേഷവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആർക്കും സംശയം തോന്നാത്ത രീതിയിലുള്ള ഒരു ഷർട്ടും ഒരു പാന്റും തിരഞ്ഞെടുത്തു. പതിവ് പോലെ കടയിലെ ചേട്ടന്മാരെന്നെ പുകഴ്ത്തി. എനിക്കും ഈ ഡ്രസ്സ് വളരെ ഇഷ്ടമായി. എന്തോ ഒന്നുകൂടി മിസ് ചെയ്തു. അത് മാസ്ക് ആയിരുന്നു. അതും എടുത്തു വെച്ചപ്പോൾ ലുക്ക് പൂർത്തിയായി. ഞാൻ അടുത്തതായി പോയത് കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ആർക്കും സംശയം തോന്നാത്ത രീതിയിലുള്ള ഒരു വണ്ടി വേണം, അത് വാങ്ങാനാണ്. അങ്ങനെ അതും വാങ്ങി. എല്ലാം റെഡിയായി. ഇതായിരുന്നു എൻ്റെ പെർഫെക്റ്റ് പ്ലാൻ. പക്ഷെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ പോലീസ് പിടിച്ചു. അതെങ്ങനെയാണെന്ന് ഇതുവരെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അതെ, നല്ലൊരു പ്ലാൻ ആയിരുന്നു. എന്നാലും ഇത് എങ്ങനെ പിടിച്ചെണ്ണ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരല്ല ഒരുമാതിരി തലതെറിച്ച പിള്ളേരാ. അവന്മാരൊന്നും പിടിക്കാൻ കിട്ടുന്നില്ല. എന്തോ സംസാരിക്കുന്ന അവിടെ? അങ്ങോട്ട്
അല്ലടാ, നീ എങ്ങനെ ജയിലിൽ വന്നേ? ഉത്സവപ്പറമ്പിൽ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും പോക്കറ്റ് അടിക്കുന്നതായിരുന്നു എൻ്റെ മെയിൻ വരുമാനം. നാട്ടിലുള്ള ഉത്സവം എല്ലാം തീർന്നപ്പോൾ ദൂരെയൊക്കെ പോയി വർക്ക് ചെയ്യേണ്ടി വന്നു. ദൂരെയൊക്കെ പോകണമെങ്കിൽ ഒരു ബൈക്ക് അത്യാവശ്യമല്ലേ. അങ്ങനെ ഞാൻ ഒരു ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചു. വഴിയേരിയയിൽ ഉടയോനില്ലാതിരുന്ന ഒരു ബൈക്ക് ഞാനിങ്ങ് എടുത്തു. ഉടനെ തന്നെ ഇതുമായിട്ട് പുറത്തിറങ്ങിയ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞാണ് ഞാൻ ബൈക്കുമായിട്ട് റോഡിലോട്ട് ഇറങ്ങിയത്. ഞാനൊരു ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു വാഹന പൂജ നടത്താൻ തീരുമാനിച്ചു. ഞാൻ അമ്പലത്തിലെ തിരുമേനിയോട് കാര്യം പറഞ്ഞു. പൂജിക്കാനെത്തിയ തിരുമേനി വണ്ടി കണ്ട് ഞെട്ടി. ഞാനും ഞെട്ടി. അയ്യോ, ഇത് തിരുമേനിയുടെ വണ്ടിയല്ലേ? അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ പോലീസ് വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അത് തിരുമേനിയുടെ വണ്ടി തന്നെയായിരുന്നു. അതിരിക്കട്ടെ, നീ എങ്ങനെയാ ജയിലിൽ വന്നത്? സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? സിബിന്റെ ഇടയിൽ സുട്ടുമണി കൊടുക്കുന്നേല്ലേ? കാലിന്റെ ചെറുവരലിൽ ഭിത്തിയിലടിക്കുന്നതല്ലേ? ബ്രേക്കപ്പ് അല്ല, അത് പല്ലുവേദനയാ. കഷ്ടകാലത്തിന് ഏതോ ഒരു പാർട്ടി എന്തിനോ വേണ്ടി നടത്തിയൊരു ഹർത്താൽ ദിവസം അന്ന് തന്നെ എനിക്ക് പല്ലുവേദന വന്നു. നാടൊട്ടാകെ പല്ലുവേദനയും വെച്ച് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി നടന്നു. ഒരൊറ്റ മെഡിക്കൽ ഷോപ്പ് പോലും തുറന്നിരുന്നില്ല. പല്ലുവേദന സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പൂട്ടിക്കിടന്നൊരു മെഡിക്കൽ ഷോപ്പ് ഞാൻ കുത്തി തുറന്നു. അകത്ത് കയറി ഞാൻ പല്ലുവേദനയുടെ ഗുളികയാണെന്ന് കരുതി ഏതോ ഒരു ഗുളിക എടുത്ത് കഴിച്ച ഗുളിക ഏതാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. പക്ഷേ ഞാൻ തല ഇറങ്ങി ബോധം കെട്ട് വീണു. ബോധം വന്നപ്പോൾ പോലീസും കടയിലെ ഓണറും നാട്ടുകാരും ചുറ്റും നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പല്ലുവേദനയുടെ ഗുളികയല്ല ഞാൻ കഴിച്ചത്, ബോധം കെടാനുള്ള ഗുളിക കഴിച്ചതെന്ന്. നിനക്ക് ഏത് ഗുളികയാണെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലടാ. അതെങ്ങനെ? സാറല്ലേ എന്നെ പഠിപ്പിച്ചത്? എന്തോ സാറേ, എന്തൊരു ഗൂഢാലോചന? ഓ, ജയിലിൽ ചാടാനുള്ള അടുത്ത പ്ലാൻ ആയിരിക്കും അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? എന്താ പ്ലാൻ? കേക്കട്ടെ. ആദ്യം ഞാൻ പോയി ഒരു സോപ്പ് ഒപ്പിക്കും. അതില് വാർഡന്റെ അടുത്ത് പോയി നിന്ന് താക്കോലും കൊണ്ട് അച്ച് പതിപ്പിക്കും. ആ അച്ച് കൊണ്ടുവന്ന് ഒരു തടി വെച്ച് ആ അച്ചിലുള്ള പോലെ ഒരു താക്കോലുണ്ടാക്കും. ആ താക്കോല് കൊണ്ട് പൂട്ട് തുറന്ന് അടുക്കള വശത്തിരിക്കുന്ന ഏണി വെച്ച് മതിൽ ചാടി രക്ഷപ്പെടുന്നു. കൊള്ളാം, അടിപൊളി പ്ലാൻ. ഈ വട്ടം നമ്മൾ ജയിലിൽ ചാടും. കമ്പ് ചെറുതായിട്ട് ഒടിഞ്ഞു. നാശം. നല്ല ഐഡിയ. ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നണ്ണാ. അതുകൊണ്ട് എൻ്റെ ഒരു വഴിയുണ്ട്. ഇവിടെ ഇരുന്ന് ഏണി എന്തിയേ? താണ്ടിരിക്കുന്നു. നിന്നെയൊക്കെ കാണിച്ചരാ. അയ്യോ 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 അയ്യോ, വയോധികനാണ്. അടിക്കല്ലേ അടിക്കല്ലേ. മറ്റേ ആരാ? ഇല്ല സാറേ, ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. 4 പേരോ? കള്ളം പറഞ്ഞോ? നിന്നെ ഒന്ന് ഉരുട്ടൂടാ. സത്യമായിട്ട് സാറേ, എനിക്ക് അറിയത്തില്ല. നിന്റെയൊക്കെ കൂടുള്ളടത്തിനെ അവൻ ചാടി. അതാര് അലി. ആദ്യം എങ്ങോട്ടാ? തന്നെ ആദ്യം പോയി കാണണം. One
അന്ന് നിന്റെ തന്തയും തള്ളയും കൊന്നപ്പോൾ നിന്നെ ഞാൻ ബാക്കി വെച്ചത് നീ ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അന്നെൻ്റെ കൺമുമ്പിലിട്ട് എൻ്റെ വീട്ടുകാരെ ചുട്ടരിച്ച ആ രാത്രി, നിനക്ക് ഓർമ്മയുണ്ടോ ആ രാത്രി? അന്നു മുതൽ നിന്റെ നിഴല് പോലെ ഞാനുണ്ടായിരുന്നു. ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത്.